ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. അങ്ങനെ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് മുറ്റത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിനെന്ന് തോന്നുന്നു. കുറേ ചപ്പൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ ചെടികളൊക്കെ നോക്കിയെന്ന്. ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് തന്നെ ചെടിയെല്ലാം നല്ല ഫ്രഷായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ബോഗൻവില്ല പ്ലാന്റാണ്. നമ്മൾ കടലാസ് പൂ. ഇതൊരു പിങ്ക് കളർ, ഒരു പിങ്കിഷ് ടോണാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊന്നും കൂടിയുണ്ട്. അത് മോശമായി പോയിട്ടുണ്ട്. അതിന് ഒന്നും കൂടി അത് നന്നായി വരുന്നുണ്ട്. ഇനി സൈഡിലായിട്ട് കുറച്ച് ചട്ടിയൊക്കെ കിടപ്പുണ്ട്. അതിലെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് പ്ലാന്റ് ചെയ്യണം. പിന്നെ ചപ്പൊക്കെ ഞാൻ അടിച്ച് വാരി എടുക്കലാണ്. ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് തന്നെ കുറേ ചപ്പ ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ ചെടിക്കെല്ലാം വെള്ളം നനക്കലാണ്. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളം നനച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അകത്ത് പോയി നോക്കാം. അപ്പോൾ ഉമ്മ ഇടുന്ന പത്തലിടുന്നുണ്ട്. അതിന് നമ്മൾ ഇടുന്ന വീട്ടിൽ നിന്ന് തന്നെ അരി പൊടിപ്പിച്ചിട്ടാണ് കേട്ടോ പത്തലിടൽ. കുറച്ചധികം തന്നെ പൊടി പൊടിപ്പിച്ചെടുക്കലുണ്ട് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. ചൂടുവെള്ളത്തിലാണ് കേട്ടോ നമ്മൾ പത്തൽ കുഴച്ചെടുക്കൽ, പത്തലിൻ്റെ മാവ്. അപ്പം നമുക്ക് നന്നായി കിട്ടലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്ക് പോത്തിൻകാല് കിട്ടിയിട്ടുണ്ട്. അതിന് പത്തലിനെ അതാക്കാൻ നന്നായിട്ടാ വിചാരിക്കുന്നത്. അപ്പം നമുക്കിനി റെസിപ്പിയിലേക്ക് എടുക്കാം. ഞാൻ ഇവിടെ പ്രഷർ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം നന്നായി ക്ലീൻ ചെയ്ത പോത്തിൻകാല് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലധികം മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. തേങ്ങ അരച്ചിട്ടെല്ലാം വീത്തുന്ന കാണലുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തെടുക്കുന്നില്ല കേട്ടോ. നമ്മളിവിടെ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ചെയ്തെടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് 3-4 സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് തിക്കായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിനി കുരുമുളക് പൊടിൻ്റെ ഫ്ലേവർ ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നന്നായി ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ബൾബ് വെളുത്തുള്ളിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിന്. ഇനി ഇതിലേക്ക് 2-3 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 സ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾക്ക് അധികം മസാല വേണമെങ്കിൽ 3 സ്പൂൺ വരെ എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ച ഗരം മസാലയാണ്. അത് നമുക്കൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിതിന് ഒരു 1/2 മണിക്കൂറോളം പ്രഷർ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിതിനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി അടച്ചു കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. അങ്ങനെ 1/2 മണിക്കൂർ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ.
നമുക്ക് കാണുമ്പം തന്നെ തിരിയുന്നുണ്ട്, എല്ലിന്നൊക്കെ മാംസം വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പത്തലിൻ്റെ കൂടെയാണ് ഞാൻ ഇന്നിവിടെ കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഇത് പിന്നെ അധികമൊന്നും നമുക്ക് കഴിക്കാൻ കഴിയില്ല, ഒരു മത്ത് പിടിച്ച പോലെ ആവും. അങ്ങനെ ഞാനിത് കഴിക്കട്ടെ കേട്ടോ. ഇതെല്ലാം കഴിച്ചിട്ട് ഞാനും അനിയത്തിയും കൂടി പുറത്ത് പോയിട്ടുണ്ടായിന്. നമുക്ക് കണ്ണൂർ ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിന്. അങ്ങനെ ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുൾ ഡ്രസ്സും ചെരുപ്പും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കിട്ടും കേട്ടോ. ഇതൊരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇതിലൂടെയൊക്കെ പോകുമ്പം തന്നെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ബസ്സിൽ. സ്കൂൾ ബസ്സിലാണ് കേട്ടോ പോക്ക്, ഇതിലോട്ട് ലൈൻ ബസ്സിൽ. അങ്ങനെ നമ്മൾ താവക്കര എത്തിയിട്ടുണ്ട്. ഏടിയാണ് കേട്ടോ നമ്മൾ സുഡിയോ. ഒരു 2 കൊല്ലത്തോളമായി സുഡിയോ വന്നിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ സുഡിയോയിൽ. ഞാൻ സുഡിയോ എന്നാണ് അധികം ഡ്രസ്സൊക്കെ വാങ്ങാൽ. ഇൻഷാ അല്ലാഹ് ഒരു വ്ളോഗ് ചെയ്യണം സുഡിയോയിൽ. നമുക്ക് നോക്കാം. ഇനി നമുക്ക് പ്ലാസയ്ക്കൊക്കെയാണ് കേട്ടോ പോകേണ്ടത്. ഇതൊരു ഉച്ച ടൈമാണ്. അങ്ങനെ അനിയത്തിക്ക് വിശക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഷവർമ്മ കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇതൊരു ബേക്കറിയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 2 ഷവർമ്മയും വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങലാണ്. ഇത് നമ്മൾ കണ്ണൂരുകാരുടെ ഫേമസ് ഹോട്ടലാണ് സോഫ്റ്റ്. ഇവിടെ ലഗോൺ ചിക്കൻ ബിരിയാണി ഇവിടുത്തെ ഫേമസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറിയിട്ട് പോകാമെന്ന് കേട്ടോ വീട്ടിലേക്ക്. ഇതാണ് കേട്ടോ നമ്മളെ കണ്ണൂരിലെ സ്റ്റേഷൻ റോഡ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ മാർക്കറ്റ് റോഡും വരുന്നത്. നമ്മൾ വീട്ടിലേക്കുള്ള സാധനമെല്ലാം ഇടുന്നെല്ലാം തന്നെയാണ് കേട്ടോ അധികം വാങ്ങിക്കാറുള്ളത്. ഇത് നമ്മൾ ഫേമസ് ബേക്കൻ ജോയിയാണ്. ഇവിടുന്ന് കേട്ടോ നമ്മൾ കേക്കിനും വീട്ടിലേക്ക് വാങ്ങൽ. ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ നമ്മളെ വീട്ടിലേക്ക്. അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടതിന്. ഒരു 3 മണിയായിട്ടുണ്ട്. നല്ല തേങ്ങരച്ച് വെച്ച വേളൂരിയാണ് കേട്ടോ ഇത്. നമ്മളിവിടെ വേളൂരിന്ന് തന്നിട്ട് ഈ മീനെ പറയൽ. നല്ല മത്തിയിട്ട് വെച്ച കൊള്ളിക്കേങ്ങ ഉണ്ടായിന്. നമ്മൾ ചോറിനെ മത്തിയിട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ടാണ് കേട്ടോ വെക്കൽ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനിത്. അല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ നമുക്കിവിടെ കുഞ്ഞി ചെമ്മീനും കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അത് നമ്മളിങ്ങനെയാണ് കേട്ടോ ചോറിനുണ്ടാക്കിയെടുക്കൽ. മുളകിട്ടിട്ട് അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല കുറുകിയ രൂപത്തിലാണ് കേട്ടോ. അങ്ങനെയാണ് ടേസ്റ്റ്. പിന്നെ നമ്മളെ വേളൂരി മീനുണ്ടായിന്, അത് ഫ്രൈ ആക്കിയതും ഉണ്ടായിന്, അതും എടുക്കലാണ്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ വേഗം കഴിച്ച് തീർക്കലാണ്. നിങ്ങൾ ഇതുവരെ മത്തിയിട്ടിട്ട് ഇങ്ങനെ കൊള്ളിക്കേങ്ങ് വെച്ചിട്ടില്ലെങ്കിൽ വെച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവരും വെക്കലുണ്ടാവുമായിരിക്കും ഒരുവിധ വീട്ടിലൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ പോത്തിൻകാൽ റെസിപ്പിയും ലഞ്ചും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വ്ളോഗുമായി വരുന്നവരേക്കും ബായ്.